അടുത്ത വൃശ്ചികം മുതൽ ഒരു വർഷക്കാലത്തെ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ ഇന്ന് തെരഞ്ഞെടുക്കുകയാണ്. മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് അല്പസമയത്തിനകം തന്നെ നടക്കുമെന്നാണ് വിവരം. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിനായി 14 പേരും മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പിനായി 13 പേരുമാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ആ നടപടികളിലേക്ക് പോവുകയാണ്. സന്നിധാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കണ്ണൻ നായർ സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ശബരിമലയിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നറുക്കെടുപ്പ് അല്പസമയത്തിനകം തന്നെ നടക്കാൻ പോകും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഉടൻ തന്നെ നടപടികളിലേക്ക് പോകുമല്ലേ? ഉടൻ തന്നെ നടപടികളിലേക്ക് പോകും. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണ മന്ത്രം മാത്രം മുഴങ്ങുന്ന ഒരു അന്തരീക്ഷം. തുലാമാസ പുലരിയാണ്. ആ പുലരിയിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. വൃശ്ചിക മാസം മുതൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള ശബരിമലയിലെയും മാളികപ്പുറത്തെയും പുറപ്പെടാ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള നറുക്കെടുപ്പ്. ഇത് ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ ഉഷപൂജ നടക്കുകയാണ്. സോപാന സംഗീതം ഉയർന്നിരിക്കുന്നു. ഉഷപൂജ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ 2 കുട്ടികൾ, പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള 2 കുട്ടികൾ, കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുക്കുക. അതുപോലെ തന്നെ മൈഥിലി കെ വർമ്മ പന്തളം കൊട്ടാരത്തിൽ നിന്ന് തന്നെയുള്ള കുട്ടിയാണ്. ആ കുട്ടിയാണ് മാളികപ്പുറം മേൽശാന്തിയുടെ നറുക്കെടുക്കുക. ആദ്യം ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുപ്പാണ് ശബരിമല ശ്രീകോവിൽ സോപാനത്തിന് മുന്നിൽ നടക്കുക. അതിനുവേണ്ടി 14 പേരാണ് പട്ടികയിലുള്ളത്. 14 പേരിൽ 7 പേർ മാളികപ്പുറം. ഇപ്പോൾ ഉഷപൂജ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ നറുക്കെടുപ്പ് ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പന്തളം കൊട്ടാരത്തിലെ 2 കുട്ടികളാണ് നറുക്കെടുക്കുന്നത്. ശബരിമലയിൽ 14 പേരാണ് ശബരിമലയുടെ ചുരുക്കപ്പട്ടികയിലുള്ളത്. ഒന്ന് ശങ്കരനാരായണൻ പ്രമോദ് TM, അദ്ദേഹം ഒറ്റപ്പാലത്ത് നിന്നുള്ളതാണ്. പ്രശാന്ത് ജി നമ്പൂതിരി കണ്ടിയൂർ മാവേലിക്കരയിലെ ആലപ്പുഴ ജില്ലയിലെ തട്ടാരമരം കണ്ടിയൂരിൽ നിന്നുള്ളതാണ്. MG മനു നമ്പൂതിരി, അദ്ദേഹം കൊല്ലത്ത് ഉള്ളതാണ്. കൊല്ലം കൂട്ടിക്കട ശാസ്താക്ഷേത്രത്തിലെ മേൽശാന്തിയായി ഇപ്പോൾ ജോലി നോക്കുകയാണ്. KS വിജയൻ, അദ്ദേഹം എറണാകുളത്ത് നിന്നുള്ളതാണ്. EN ദാമോദരൻ നമ്പൂതിരി, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. K കൃഷ്ണപ്രമോദ്, അദ്ദേഹം മാവേലിക്കര കണ്ണമംഗലം സ്വദേശിയാണ്. അതുപോലെ തന്നെ ഹരികുമാർ S, അദ്ദേഹം വാത്തികുളം, അതും മാവേലിക്കര. അങ്ങനെ ആ ഒരു പട്ടികയാണ് ഇപ്പോൾ കണ്ണൻ നായർ പറയുന്നത്. ഈ അടുത്ത വൃശ്ചികം മുതൽ ഒരു വർഷക്കാലത്തെ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയാണ്. ഉടൻ തന്നെ നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും. മേൽശാന്തി നറുക്കെടുപ്പിനായി 14 പേരും മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പിനായി 13 പേരുമാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കണ്ണൻ, ഈ തുലാമാസം 1 ആ പുലരിയിലെ തുലാമാസ പുലരിയിലെ ആ മനോഹരമായ ഭക്തിസാന്ദ്രമായ കാഴ്ചകൾ സന്നിധാനത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്ക് പോകുന്നത്. നറുക്കെടുപ്പ് അല്പസമയത്തിന് തന്നെ തുടങ്ങും. പൂജ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ നറുക്കെടുപ്പിലേക്ക് പോകുമോ? ഉഷപൂജ പൂർത്തിയായിട്ടുണ്ട്. പൂജ ഇനി അല്പസമയത്തിനുള്ളിൽ മാത്രമാണ് കാത്തിരിപ്പുള്ളത്. ഇതിൽ 14 പേരാണ് ശബരിമല മേൽശാന്തിമാരുടെ പട്ടികയിലുള്ളത്. അതിൽ 7 പേർ മാളികപ്പുറം പട്ടികയിലും ഇടം പിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇവിടുത്തെ നറുക്കെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 കുടങ്ങൾ, 2 വെള്ളിക്കുടങ്ങളിലായി 14 പേരുടെ 2 വെള്ളിക്കുടങ്ങളാണ് ഇതിൽ നറുക്കെടുപ്പിന് വേണ്ടിയുള്ളത്. അതിൽ 14 പേരുടെ പേരുകൾ അടങ്ങിയ കുറിപ്പ് ഒരു വെള്ളിക്കുടത്തിലിടും. മറ്റൊരു വെള്ളിക്കുടത്തിൽ 14 കുറിപ്പുണ്ടാകും. പക്ഷേ അതിൽ 13 എണ്ണവും ബ്ലാങ്ക് ആയിട്ടുള്ളതായിരിക്കും. ഒരെണ്ണത്തിൽ മാത്രമായിരിക്കും മേൽശാന്തി എന്നുള്ള പേരുണ്ടാവുക. അതായത് ഉദാഹരണത്തിന് 1ാമത്തെ നമ്പറിലുള്ള ശങ്കരനാരായണൻ പ്രമോദ്, അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം ഒരു കുടത്തിൽ നിന്നെടുക്കും. അതിനുശേഷം മറ്റേ കുടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പേപ്പർ കൂടി എടുക്കും. ആ സമയത്ത് ഒരു മേൽശാന്തി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ആ മേൽശാന്തി നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ നറുക്കെടുപ്പിൻ്റെ ഒരു രീതി. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 14 പേരാണ് ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിൽ ചുരുക്കപ്പട്ടികയിലുള്ളത്.
ഉള്ളത്. അവരെല്ലാം തന്നെ അവരുടെ കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും അവരെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വലിയ ആകാംക്ഷയിലാണ്. ലോകമെമ്പാടുമുള്ള ഓരോ അയ്യപ്പ ഭക്തന്മാരും വലിയ ആകാംക്ഷയിലും പ്രതീക്ഷയിലും തന്നെയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് അയ്യനെ പൂജിക്കാനുള്ള നിയോഗം ആർക്കായിരിക്കും, ഈ 14 പേരിൽ ആർക്കായിരിക്കും എന്നുള്ള അതറിയാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ മാത്രം. ഉഷപൂജ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷമാണ് നറുക്കെടുപ്പ് നടക്കുക. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള കുട്ടിയായിട്ടുള്ള കശ്യപ് വർമ്മ അദ്ദേഹമാണ് നറുക്കെടുക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. മേൽശാന്തി അതുപോലെ തന്നെ തന്ത്രി അടക്കമുള്ള ആൾക്കാരുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച ജഡ്ജി TR രാമേന്ദ്രൻ നായർ അടക്കമുള്ള ആൾക്കാർ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗങ്ങളെല്ലാം ഇപ്പോൾ നറുക്കെടുപ്പിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. ഇപ്പോൾ ഓരോ ആൾക്കാരുടെ പേരുകൾ പറയുകയാണ്. അതിൽ പേര് വായിക്കുന്നു. ഒന്നാമത്തേത് ശങ്കരനാരായണൻ പ്രമോദ്, അദ്ദേഹം ഒറ്റപ്പാലം സ്വദേശിയാണ്. 2ാം നമ്പർ പ്രശാന്ത് ജി നമ്പൂതിരി, അദ്ദേഹം മാവേലിക്കര തട്ടാരമ്പലം സ്വദേശിയാണ്. MG മനു നമ്പൂതിരി, മുട്ടത്തുവണം ആയിരംതെങ്ങ് മയ്യനാട്, അദ്ദേഹം കൂട്ടിക്കട ശാസ്താക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. KS വിജയൻ, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. EN ദാമോദരൻ നമ്പൂതിരി, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. K കൃഷ്ണപ്രമോദ്, അദ്ദേഹം മാവേലിക്കൽ തന്നെയുള്ള കണ്ണമംഗലം സ്വദേശിയാണ്. ഹരികുമാർ S വാത്തികുളം, മാവേലിക്കലിലെ വാത്തികുളം സ്വദേശിയാണ്. PM അനൂപ് നമ്പൂതിരി പട്ടാമ്പി സ്വദേശിയാണ്. പ്രസാദ് ED, അദ്ദേഹം ചാലക്കുടി സ്വദേശിയാണ്. അങ്ങനെ ഉള്ള 10ാം നമ്പർ മനോജ് P, അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. P കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹം ചെട്ടുകുളങ്ങര സ്വദേശി, അതായത് മാവേലിക്കരക്കാരൻ തന്നെയാണ്. രാമൻ നമ്പൂതിരി, അദ്ദേഹം ചാലക്കുടി സ്വദേശിയാണ്. മനോജ് S, അദ്ദേഹം നെയ്യാറ്റിൻകര സ്വദേശിയാണ്. പ്രമോദ് M, അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. ഇതിൽ ഈ പട്ടികയിലുള്ള 7 പേർ മാളികപ്പുറം പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് അങ്ങനെ 14 പേരുടെ ഓരോ ആൾക്കാർ പേരുകൾ ഇപ്പോൾ കുടത്തിലേക്ക് നിക്ഷേപിക്കുകയാണ് സ്പെഷ്യൽ കമ്മീഷണർ. അദ്ദേഹം ഓരോ ആൾക്കാരുടെ പേര് എടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഓരോ ആൾക്കാരുടെ പേര് എഴുതി അത് കൃത്യമായി ചുരുട്ടി ആ വെള്ളിക്കുടത്തിലേക്ക് ഇടുകയാണ്. ഒന്നാമത്തെ ആളുടെ പേര് ഇപ്പോൾ പട്ടികയിലുള്ള ചുരുക്കപ്പട്ടികയിലുള്ള ഒന്നാമത്തെ ആളുടെ പേര് ഇപ്പോൾ ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നു. തൊട്ടടുത്ത കുളത്തിൽ ഒരു ഒന്നും എഴുതാത്ത പേപ്പർ ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് അങ്ങനെ 14 പേരുടെ പേരുകൾ അടങ്ങിയ പട്ടിക ഇപ്പോൾ കുടത്തിനുള്ളിൽ നിക്ഷേപിക്കും. അതിനുശേഷമായിരിക്കും നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. വലിയ തിരക്ക് തന്നെയാണ് പൂജ, അഭൂതപൂർവമായ ഒരു തിരക്ക് തന്നെയാണ്. വൃശ്ചിക പുലരിയിൽ ഉണ്ടാകുന്നതിന് സമാനമായ തിരക്ക്. ഏതാണ്ട് 50,000-ലധികം ആൾക്കാർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തു. വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ, ഉച്ചയ്ക്ക് ശേഷം പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം തന്നെ പമ്പയിലേക്ക് ഒട്ടേറെ ആൾക്കാർ ഈ വെർച്വൽ ക്യൂവിൽ ബുക്കിംഗ് സ്ലോട്ട് ലഭിക്കാത്ത ആൾക്കാർ ഒക്കെ തന്നെ പമ്പയിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് അവിടെ ഒരു സ്പോട്ട് ബുക്കിങ്ങിനുള്ള അവസരം ഉണ്ടാകും. ഇന്നലെ മാത്രം ഏതാണ്ട് 13,000-ലധികം ആൾക്കാർ സ്പോട്ട് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നറുക്കെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. ഓരോ ആൾക്കാരുടെയും ചുരുക്കപ്പട്ടികയിലുള്ള ഓരോ ശാന്തിമാരുടെയും പേരുകൾ ആ വെള്ളിക്കുടങ്ങളിലേക്ക് നിക്ഷേപിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഒന്നും രേഖപ്പെടുത്താത്ത, അതായത് മേൽശാന്തി എന്ന് മാത്രം രേഖപ്പെടുത്തിയ ഒരു പേപ്പറും ബാക്കി ഒന്നും രേഖപ്പെടുത്താത്ത 13 പേപ്പറുകളും മറ്റു വെള്ളിക്കുടത്തിലേക്ക് നിക്ഷേപിക്കുക. കർശന നിബന്ധനകളുണ്ട്. മേൽശാന്തിമാരുടെ അഭിമുഖ സമയത്ത് ഹൈക്കോടതി നിരീക്ഷകരായിട്ടുള്ള TR രാമേന്ദ്രൻ നായരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നറുക്കെടുപ്പിലും സാന്നിധ്യമുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഓരോ പേരുകൾ എഴുതി ആ കുടങ്ങളിലേക്ക് നിക്ഷേപിക്കുന്നത്. ഭക്തന്മാർക്ക് തന്നെ കാത്തിരിക്കുന്ന അടുത്ത ഒരു മകരവിളക്ക് സീസൺ, അതിനുശേഷമുള്ള ആഘോഷവേളകൾ, മാസപൂജ വേളകൾ, ആ സമയങ്ങളിലൊക്കെ തന്നെ എന്ന് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന ഓരോ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ആൾക്കാരുടെയും കുടുംബങ്ങളുടെ അവരുടെയൊക്കെ തന്നെ പ്രതീക്ഷ, അവരൊക്കെ തന്നെ ഓരോ ക്ഷേത്രങ്ങളിലെ ശാന്തിമാരാണ്. അവരോടൊക്കെ തന്നെ പലരോടും ഇന്നലെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പൂജിക്കുന്ന ക്ഷേത്രത്തിലെ ആ ഉപാസനാമൂർത്തിക്ക് മുന്നിലായിരിക്കും അയ്യപ്പൻ തുണയ്ക്കും, അയ്യപ്പൻ ഇത്തവണ തുണയ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷ. പല തവണ ഈ മേൽശാന്തിമാരുടെയും ശബരിമല മേൽശാന്തിമാരുടെയും മാളികപ്പുറം മേൽശാന്തിമാരുടെയും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് വീണ്ടും നിയോഗം ലഭിക്കുമോ, ഭാഗ്യം ലഭിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ഒരു നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു അഭിമുഖ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ മേൽശാന്തിമാരെ ഇപ്പോൾ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 14 പേരിൽ നിന്ന് ഒരാൾക്കായിരിക്കും അടുത്ത വൃശ്ചിക പുലരി മുതൽ അയ്യപ്പനെ വേണ്ടിയുള്ള വൃശ്ചിക പുലരി മുതൽ അതിനുശേഷം തുലാം അവസാനം വരെ, തുലാമാസത്തിൽ ആ മാസം വരെയുള്ള സമയത്ത് അയ്യപ്പനെ പൂജിക്കാനുള്ള നിയോഗം ഉണ്ടാവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഭക്തി സാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷമാണ്. ഈ നറുക്കെടുപ്പിൻ്റെ ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു സൈഡിൽ കൂടി തന്നെ ഭക്തർക്ക് അയ്യപ്പനെ ദർശിച്ച് മടങ്ങാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്തെ ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ്, രാഷ്ട്രപതി ഇവിടേക്ക്
എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 22-ാം തീയതി ഒരു ഭക്തന് പോലും സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ല. 22-ാം തീയതിയാണ് ഈ തുലാമാസ പൂജകൾ പൂർത്തിയായി നടയടയ്ക്കുന്നത്. ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഓരോ ആൾക്കാരുടെയും പേരുകൾ കൃത്യമായി എഴുതി ഓരോ പേരുകളും ഇവിടെ നിൽക്കുന്ന നറുക്കെടുക്കാൻ എത്തിയിട്ടുള്ള കുട്ടികളെയും മറ്റ് ഭക്തന്മാരെയും മറ്റ് ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ കാട്ടിയ ശേഷം വേണം ഇങ്ങനെ നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകാൻ. ഇപ്പോൾ 14 പേരുടെയും പേരുകൾ അടങ്ങിയ ആ കുറിപ്പ് ഇപ്പോൾ വെള്ളിക്കുടത്തിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി നിമിഷങ്ങൾ മാത്രമാണ് കാത്തിരിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ പോലെയുള്ള നറുക്കെടുപ്പല്ല. ഒരു കുടത്തിൽ 14 പേരുകൾ അടങ്ങിയ ഒരു 14 പേപ്പറുകൾ നിക്ഷേപിക്കും. മറ്റു കുടത്തിൽ 14 പേപ്പർ ഉണ്ടാകും. പക്ഷേ 13 എണ്ണത്തിൽ ഒന്നും രേഖപ്പെടുത്താത്തതായിരിക്കും. ഒരെണ്ണത്തിൽ മാത്രമായിരിക്കും, ഒരു പേപ്പറിൽ മാത്രമായിരിക്കും മേൽശാന്തി എന്നുള്ള പേര് രേഖപ്പെടുത്തുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ FG മനു നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം കുടത്തിൽ നിന്ന് എടുക്കുന്നു. തൊട്ട് പിന്നാലെ അടുത്ത വെള്ളിക്കുടത്തിൽ നിന്ന് ഒരു പേപ്പർ കൂടി എടുക്കും. ആ പേപ്പറിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം നറുക്കെടുപ്പിൽ നിന്ന് പുറത്താകും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നറുക്കെടുപ്പ് രീതി. ഇതിന് സമാനം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മാളികപ്പുറത്തെയും നറുക്കെടുപ്പ് എന്ന് പറയുന്നത്. നറുക്കെടുപ്പിൻ്റെ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എത്ര നേരം ഇത് നീണ്ടു നിൽക്കും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. ചിലപ്പോൾ കഴിഞ്ഞ തവണ എട്ടാമത്തെ നറുക്കിലാണ് മേൽശാന്തിയെ തിരഞ്ഞെടുത്ത്. അരുൺകുമാർ നമ്പൂതിരി 8ാമത്തെ നറുക്കിലാണ് അദ്ദേഹം മേൽശാന്തിയായി ചുമതല ഏറ്റത്. അല്ലെങ്കിൽ അതിനുള്ള നിയോഗം അയ്യപ്പൻ്റെ സന്നിധിയിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലാവധി മാസം, അതായത് തുലാമാസം അവസാനം ദിവസം പൂർത്തിയാകും. അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തിയുടെയും കാലാവധി ഈ മാസം പൂർത്തിയാകും. അടുത്ത വൃശ്ചിക പുലരിയിൽ അയ്യപ്പനെ സേവിക്കാനുള്ള നിയോഗം ലഭിക്കുന്ന ആൾക്കാരെ മാളികപ്പുറത്തെയും ശബരിമലയിലെയും പൂജയ്ക്ക് വേണ്ടിയുള്ള ഈ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലേക്കാണ്. ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ടത് ആ പേപ്പർ മടക്കിയിടുന്ന ഒരു പ്രക്രിയ പൂർത്തിയാവുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും. തൊഴുകൈകളോടുകൂടി